തിരുവാതിരയ്ക്ക് പോകാനൊന്ന് ഒരുങ്ങിയാലോ? അപ്പോൾ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരുക്കാണ്. ആദ്യം തന്നെ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണും എഴുതുന്നുണ്ട്. ഏറ്റവും മെയിൻ ആണല്ലോ കണ്ണെഴുതുന്നത്. കണ്ണെഴുതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ആ ഒരു എടുപ്പ് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ കണ്ണും എഴുതി അതിനുശേഷം ഞാനൊരു ചെറിയ പൊട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് മുടി എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങൾ അഴിച്ചിടാണ്. കാര്യം ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രോഗ്രാമില്ല, ചെറിയൊരു പ്രോഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് അഴിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം മേലിലത്തെ കുറച്ച് പോർഷൻസ് എടുത്ത് ഒന്ന് മെടഞ്ഞ് നമ്മൾ ഒന്ന് ചുരുട്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ അത് സ്ലൈഡ് കുത്തിയിട്ട് രണ്ട് സൈഡും അതേപോലെ ആക്കിയിട്ട് അവിടെ ഒരു പുറകിലൊരു ക്ലിപ്പ് കുത്തുന്നുണ്ട്. അതിനുശേഷം ഞാൻ മാല ഒരു ലോങ് മാലയാണ്. ഞങ്ങളെല്ലാവരും ഒരേ ടൈപ്പ് മാലയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ആ മാല ഇടുന്നത്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ജിമുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഒരു സാരി, ഒരു എന്താ ഇതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, നല്ലൊരു സാരിയാണ്. അതും അതിൻ്റെ അതിൻ്റെ ബ്ലൗസല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസിൻ്റെ തുണി വാങ്ങിച്ച് തയ്ച്ചതാണ് ബ്ലൗസ്. എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് മജന്ത കളർ പൂവും വെള്ള കളർ പൂവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുടിയുടെ ഇടയിൽ കൂടെ പിടിച്ച് വെക്കുകയാണ് നമ്മുടെ ഇത്. അപ്പോൾ അത് കഴിഞ്ഞ് ഗോൾഡൻ വളയാണ്, ഗോൾഡ് കളർ വളയാണ്. നമ്മൾ എല്ലാവരും ഒരേപോലെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ താലിമാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഫൈനലായിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് സിന്ദൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി പോയി തിരുവാതിര കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ.